ഇരിക്കടാ. എടാ പിന്നെ നീ എവിടെ നിന്നാടാ കിട്ടുന്നത്? എറണാകുളത്ത്. അവിടെയൊക്കെ പോയി നീ എങ്ങനെ ഒപ്പിച്ചടാ? ചാലായിരുന്നു ശനെ ഫേസ്ബുക്ക് വഴി. പെണ്ണെങ്ങനെ ഉണ്ടാവേ? എന്നെ പോലെ ഒന്നല്ല, വെളുത്തോട്ടാ ശനെ. പിന്നെ വിശ്വാസമല്ലേ? ഫോട്ടോ കാണിച്ചേ ഇത് കണ്ടില്ലേ? എന്റെ പൊന്നിടാവേ, ഒരു രക്ഷയില്ല. എടാ സുരേ, എടാ ബിനോയ് കിട്ടാൻ വേണം പെണ്ണ് കണ്ടോടാ. എടാ നോക്കടാ. ഇയാളെന്ന് പോടാവേ, ഇയാൾക്ക് വേറെ പണിയില്ലേ? ലോട്ടറിയാടാ ബിനു, ലോട്ടറി. ഇയാൾ കണ്ണു വെക്കില്ല സജീവ. ഓർണത്തിന് വളച്ചു കുട്ടി എടുത്തിന്റെ ബുദ്ധിമുട്ട് അവനറിയത്തുള്ളൂ. മതി നോക്കി വെള്ളം ഇറക്കിയത്. ആ ഓണം കൊടുത്തേ. നിന്റെ കല്യാണക്കല്ലടാ, നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ഒരെണ്ണം മേടിക്കാവോ? എടാ ശനെ, ഓട്ടം വരണം വിളിക്കണേ. കൊന്നി അടുത്തേ എവിടെ കയറി. എടാ ശ്രീവാച്ചാ, തിരിച്ചു വരുമ്പോ ആ ബാലൻചേട്ടന്റെ കടയിൽ നിന്ന് ഒരു കന്യകയും മഹാരാജനോ വരുന്നതാടാ. ഓ ശരി ബാബേ. ഓക്കേ. മറിയമ്മച്ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ ആശുപത്രി വരെ ഒന്ന് പോവുകയാണ്. ഭയങ്കര തലചുറ്റലും നടുവേദനയും. പിന്നെ എല്ലാത്തിനാ നീ ഒറ്റയ്ക്ക് പോണേ? ആ പിള്ളേരെല്ലാം വിളിച്ചു നോക്കില്ല? അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇവരുടെ ഒന്നും കാല് പിടിക്കാൻ പോകത്തില്ല. ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയടാ. എടാ ആവുവേ, നിനക്ക് ഏതായാലും സുഖമില്ലാത്തതല്ലേ, ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് താടാ. കാരുണ്യുണ്ട്, ബമ്പറുണ്ട്. ഒന്നും വേണ്ട, നീ ആ കാറുള്ളത് കൂട്ടൊരെണ്ണെങ്കിതാ. ഇപ്പൊ കാറൊന്നുമല്ല ചേട്ടത്തി, കാറൊക്കെ സർക്കാർ നിർത്തി. നിർത്തിയോ? എന്നാ വേണ്ടടാ. വീട്ടിലെത്ര സ്ഥലം നോക്കിയായിരുന്നു? ശരിയല്ലേ നോക്കി അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തൂന്തല്ലേ? ധൈര്യത്തോടെ ഉറപ്പിച്ചില്ലേ? 27 തികയല്ല. ഇതുപോലത്തെ പലിശൊക്കെ തല്ലി പിടിച്ചിട്ട് ഉള്ള കാര്യങ്ങളോട് വില പോലെ കിട്ടിച്ച. അയ്യോ, ഇത് പാറ്റിയപ്പോൾ മാറ്റി വെച്ച കാരണല്ലോ. ഗ്രേസ് ചിലപ്പോൾ എടുത്തിട്ടാണ്. ഇപ്പോൾ ഒരു 5 രൂപ 4 5 ഇതിൽ 290 രൂപ റീചാർജ്. ബാക്കി വണ്ടി കാശ് വെച്ചു. അപ്പൊ ഹോസ്റ്റൽ ഫീസോ? അതപ്പോ ഞാൻ ശനിയാഴ്ചക്ക് ഇപ്പോൾ റിട്ടേൺ ഇട്ടേച്ചാ മതി. പിന്നെ ചെന്നെത്തിയെ വിളിച്ചോക്കും ചെയ്യണം കേട്ടോ. വെച്ച് തിരുമാതെ കൊടുത്ത് വിടു കൂട്ടിച്ചാ. നിനക്കത് പറയാ. പറയിച്ചാ 2300. ആണ്ടൊക്കെ പോകണേ. ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന്. വയസ്സായ ഒരു അമ്മച്ചിയുണ്ട്. 2 ദിവസം നിന്നേച്ച് പോകാൻ പറഞ്ഞാൽ ഒരുത്തിക്കും കഴിയത്തില്ല. എന്നാൽ അവൾമാരുടെ ഉപദേശത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. അവരുടെ അവസ്ഥ അതല്ലേ. ആനന്ദ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരെ അല്ല. പിന്നെ ഇനിയുള്ള കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന്. എല്ലാവർക്കും അവരുടെ തിരക്കിലൊട്ടിച്ചാ പോയേക്കുവാണോ? കൃഷി ഓഫീസർ ഒന്ന് പോണത്. എത്രയായിട്ടാ കൂട്ടി ഇറക്കി? വില വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ വില തന്നെ. എടാ, ഇതുവരെയുള്ളവരുടെ നിരീക്ഷണത്തിൽ മാതൃസസ്യവുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഞാനും എന്നെ സാർ ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണടാവേ. നമ്മളിത് നമ്മുടെ പാമ്പാടുംപാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ റിസർച്ച് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റും കൂടെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഭാഗം ഓക്കെ ആയി. അപ്പൊ സാറിന് എന്നോട് എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കോ. എന്നടാ കൂട്ടു സാർ? മരത്തിന്റെ പുറകിലെ സേഫായി. ചുമ്മാ ആരാ? അവന് തലയ്ക്ക് ഓളം വന്നേ. പേടിച്ചു പോയി ഞാൻ. ഞാനും. ഇത് കണ്ടോ ഒരു കോള്? ഒരു 496. പിന്നെ കുറെ മെസ്സേജും വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് റിപ്ലൈ കൊടുത്ത് നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈരങ്ങാനും സെറ്റായാലോ ഒന്ന്. മാറിക്കേ. എന്നാ വെച്ചി? എന്നാന്നേ ഇന്ന് നിന്റെ കാശ്. ബെച്ചി എന്നാന്ന്? ബെച്ചി ചുമ്മാ ഇരുന്ന്. എനിക്ക് വേണ്ട. ബെച്ചി നീ അതവിടെ വെച്ച നിനക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുള്ളതല്ലേ? എന്റെ ബെച്ചി നീ ചുമ്മാ ഇരുന്നേന്നേ. ബെച്ചി ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ആ ബെച്ചി പോവല്ലേന്ന് അവിടെ ഇരിക്കുന്നു. ബെച്ചി ഞാൻ പറയുന്നത് നീ അവിടെ ഇരുന്ന്. ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാന്നേ? എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണോ, നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ. എന്നാ വല്ല ഉത്തരവാദിത്വം. എനിക്ക് സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടികൾ തോന്നില്ല. എടാ, ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തങ്ങി ചാവുക. അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം.
എന്റെ പൊന്നടാവേ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവിലയിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതെന്നാ ഇവിടെ ഇവിടെ എന്നാ നടക്കണേ? ഒന്നുമില്ല, ബെറ്റ്സി ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന്റെ അല്ല, നീ എന്നാ വെച്ചു കൊടുക്കുന്നത്? നീ കോട്ടയത്തേക്ക് പറഞ്ഞല്ലേ? ഇല്ല ഏട്ടായി, ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി. ഇനി 15 അടുത്ത ബസ്സുള്ളൂ. എന്നിട്ട് നീ അത് അപ്പച്ചായ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ വിളിച്ച് പറയട്ടെ, നീ ബസ് നോക്കി ഇവിടെ പെട്ടെന്ന് അപ്പച്ചായ അവന്ന് പോയിട്ടുണ്ടാവൂല്ലോ. പറയില്ലേടേ, ഞാൻ അപ്പച്ചയുടെ പോയിന്നാ പറഞ്ഞേക്കുന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നു. ഇനി കുറച്ചു കാലം മതി മതി, നീ കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കൊച്ചേ ബസ്സിൽ കേട്ട് അപ്പച്ചായ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഉണ്ണിയപ്പം നിനക്കുള്ള വന്നിട്ട് വരണം. ആഹാ, അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാടാ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു പറയണേ. വേറെ ആരെല്ലാം ഒന്നുണ്ടോ? എന്റെ തനി കൊണ കണ്ടേനോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങൂലടാ. അതും പെണ്ണ് കേസ്. എടാ പിള്ളേരല്ലേ, ഓരോ പ്രായത്തിനല്ലേ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ. എന്റെ വിചാരം ഉണ്ടായ ആ കൊച്ചിനെ ബസ് കയറ്റി വെച്ച് പോയാൽ പറഞ്ഞു. നീ തുറന്ന് കിച്ചിക്കപ്പം അങ്ങോട്ട് പിടിച്ചേ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കണം. ബെറ്റ്സി ഇത് വെച്ചോ, നല്ല മധുരമുള്ള സബർജല്യ. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള. പുള്ളിക്കാരനങ്ങനെ പറയാൻ സാധ്യതയില്ല. സ്ലീവാച്ചിൻ്റെ അരിഞ്ഞാണ്ടില്ല തുറന്ന് നീ പേടിക്കണ്ട. മോളെ ഇവിടെ ആളുണ്ടോ? ഇല്ല. ചെയ്ത് വെച്ചോ, ഞാൻ വിളിക്കാം. ഉറപ്പായിട്ട് കുട്ടീച്ചനെ വിളിച്ചു പറയണം. നീ ആ പുള്ളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. പുള്ളി ഇതെല്ലാം അറിയണ്ടോ? അതിനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നാ സ്ട്രിക്റ്റ് ആയിരുന്നു അറിയോ. നീ എന്നാ ഒന്നും മിണ്ടായിരിക്കണേ? നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ. കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി. മറ്റേ 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 അമ്മച്ചി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ പറയാതെ പോകുന്നേ. ആ ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ആ വിളിക്കാം. അമ്മച്ചേ 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 അമ്മച്ചി 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 എന്നാ പറ്റി? അമ്മച്ചി നോക്കിയേ നോക്കിയേ. അമ്മ അമ്മച്ചി അമ്മച്ചി അമ്മ അമ്മച്ചി അമ്മച്ചി ഓ കർത്താവേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി നോക്കിയേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി എന്നാ പറ്റിയേ? എന്തിയാടാ അമ്മച്ചി? എന്തിയേ? ഞാൻ നോക്കുമ്പോ അമ്മച്ചി അടുക്കളയിൽ ബോധമില്ലാണ്ട് കിടക്കോടി. അയ്യോ അമ്മച്ചി, എന്നാ പറ്റി അമ്മച്ചി? ഒന്നുമില്ല മക്കളെ, തലയൊന്ന് കറങ്ങിയതാ. തല വല്ലോടത്ത് പിടിച്ചോ? ഇല്ല. നമുക്ക് ആശുപത്രി പോയാലോ? വേണ്ട ഇല്ലേ, ആ ഗുളിക എടുത്തേ. ഇപ്പൊ എടുക്കാം അമ്മച്ചി. നീ എവിടെ പോയി കിടക്കുവായിരുന്നോ കുട്ടായി? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാത്ത അമ്മച്ചിയെ തനിച്ചാക്കി അങ്ങ് പോവരുതെന്ന്. ഒന്നെങ്കിൽ നീ സന്ധിക്ക് മുമ്പ് വീട്ടിലെത്തണം, അല്ലെ വീട്ടിലാണോ ഉണ്ടാവണം. അതെങ്ങനാ? എത്ര പറഞ്ഞാലും നിന്നെ തലയിൽ കയറത്തില്ലല്ലോ.
അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ച് കിടന്നു തോന്നണം. ഇല്ലെന്നേ, സന്ധ്യ വരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ. ആ ചെറുക്കനൊറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞ അമ്മച്ചേരനാ പറഞ്ഞു വിട്ട്. ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി. എന്നാലും കോയിച്ചടാ, ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരാളുമ്പോഴുള്ള വീടായിരുന്നടാ നമ്മുടെ. ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക്, കൂട്ടിനൊരാൾ പോലും ഇല്ലാതെ. വല്ലാത്തൊരവസ്ഥ തന്നെയാടാ അത്. കാരണവന്മാരെ നോക്കാൻ പറ്റില്ല, പിന്നെ എന്നെ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അച്ചായ ഇതാ ചക്ക അതിന്റെ ഇപ്പുറത്തോട് ഇട്ടേ അച്ചായ. ഞാൻ ഞെടുപ്പെടുത്താൻ കിട്ടണ്ടേ? ഇപ്പുറത്ത് മാറി വലിച്ചോ വലിച്ചോ. എന്റെ മാതാവേ, ഈ അച്ചായന്റെ കാര്യം ഇത് മുറുകുന്നില്ലല്ലോ അച്ചായ, കെട്ട മുറുകുന്നില്ലല്ലോ. നീ വഴക്കമുള്ള ഒരു വഴക്കച്ച് രണ്ടെണ്ണം മറിച്ചോണ്ട് വന്നു അവിടെ നിന്ന്. ഇവനെന്നെ രാവിലെ വരുന്നത് കേട്ടോണ്ടിപ്പോ വാക്കത്തി കഴിഞ്ഞു പോയടാ. എന്നാണോ വിശേഷം? ഇതെന്നോട് ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ. ഈ പനിയും മരപ്പെട്ടിയായിട്ട് ഒന്നും കിട്ടാനിടാവേ, നഷ്ടമാ. നീ ടൗണിൽ പോയില്ലേ? കുറച്ച് തുറിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. ആ ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പ് പോയിട്ട് വരാന്ന് പറഞ്ഞു. നീ ചുമ്മാ ഇറങ്ങിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴൽ വാങ്ങിക്കാൻ എത്ര നാളായിട്ട് ഞാൻ പറയണ പിടിച്ചാ. നീ എന്നാ അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറയണേ. എനിക്ക് കെട്ടണം കുട്ടിച്ചോ. എന്നാ കെട്ടിക്കോ. ഇതല്ല, ആ പെണ്ണ് കെട്ടണമെന്ന്. ആന ഇപ്പൊ അങ്ങനെ ഒരു തോന്നലേ. കൊറേ ആലോചിച്ചു, എന്നാലും വീട്ടിലൊരാൾ വേണോന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരെ ഞാൻ കൊണ്ടുവന്നാ. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞാൽ മാറ്റിവിട്ടില്ലേ? എടാ ഒരു 6 മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചന കൊണ്ടുവന്നാ. അപ്പം നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനെ നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ലെന്ന്. അതപ്പോഴല്ലേ. ഇപ്പോഴെന്തെങ്കിലും നല്ല കസ്റ്റഡിയുണ്ട് പറ, പെട്ടെന്ന് നടക്കണം. അതിനാ പെങ്കുച്ചിനെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ കിട്ടും. പിന്നൊരു കാര്യം, എനിക്ക് ഒരുപാട് കണ്ടു നടക്കാനൊന്നും പറയത്തില്ല. മതിടാ, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായിപ്പോയി. എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറട്ടെ. വള്ളിയും തേടി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛൻ്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങൊച്ച. പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്കമാലിൽ താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചു എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാച്ചാ? റിൻസിന്നാ. നമ്മുടെ സ്ലീവാച്ചിന് ചേരും. ആണോ? കുട്ടിയച്ച ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്.